ഡോ ഇതാ ഞാൻ പറഞ്ഞ വീട്. ഇപ്പൊ ഇവിടെ ആരാ താമസിക്കുന്നത്? ഒരു പയ്യൻ മാത്രം. അപ്പൊ ബന്ധുക്കളോ? ബന്ധുക്കളായിട്ട് ആരുമില്ല, ആ പയ്യൻ മാത്രമേ ഉള്ളൂ. ആ പയ്യനിപ്പോ എന്താ ചെയ്യുന്നത്? പയ്യനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. വട്ടാണോ? വട്ടല്ല, ഓവർ തിങ്കിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഫാനങ്ങാണ് ഊരി എന്റെ തലയിൽ വീഴുമോ? എത്ര നാളായി? ഇപ്പോഴല്ല, സ്കൂൾ വിട്ടാ തുടങ്ങിയതാ. 1ന്റെ ഉത്തരം എഴുതി, 2ന്റെ എഴുതി, 3ന്റെ ഓവർ ക്വസ്റ്റ്യൻ എഴുതി, 4 എഴുതി, 5 എഴുതി, 6 എഴുതി, 7 എഴുതി, 8 എഴുതി, 9, 10. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഉത്തരവായേ. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഒന്ന് നോക്കാം. 1 എഴുതി, 2 എഴുതി, 4 എഴുതി, 5ന്റെ ബി എഴുതി, 6 എഴുതി, 8 എഴുതി. ഓക്കെ. ആ സമയായി പേപ്പർ മതി 3 എഴുതി, 4 എഴുതി, അടുത്ത ആള് 5 എഴുതി. സാർ ഒന്ന് ചെക്ക് ചെയ്യോ സാറേ? എടാ നിനക്ക് മാത്രം എന്താ എത്ര ഇത് ഇങ്ങോട്ട് തന്നെ 8 വേണമെങ്കിൽ എഴുതണമായിരുന്നു. എഴുതിയത് ഞാനല്ല എഴുതിയായിരുന്നു. 8ന്റെ ബി എഴുതിയായിരുന്നു ശരിക്കും. 8 ഓവർ ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, ഓവർ ക്വസ്റ്റ്യൻ വിട്ടായിരുന്നു. 10 എഴുതി എഴുതുന്നു. അയ്യോ, ഞാൻ കറക്റ്റായിട്ടാണ് എൻ്റെ റോൾ നമ്പർ എഴുതിയത്. 10ാം ക്ലാസ്സിലെ മെയിൻ എക്സാമോ റോൾ നമ്പർ കറക്റ്റായിട്ടല്ലേ എഴുതിയത്? അപ്പം ഞാൻ എഴുതിയായിരുന്നു. അയ്യോ, ലാസ്റ്റ് ഞാൻ ഒക്കെ തെറ്റിപ്പോയോ? അല്ല, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. സാറിനോട് ഒന്നുകൂടി ചോദിക്കാം. സാറേ എൻ്റെ ആൻസർ പേപ്പർ ഒന്ന് തരുമോ സാറേ? എനിക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ട് അങ്ങ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റോൾ നമ്പർ എനിക്ക് തെറ്റാണെങ്കിൽ റിസൾട്ട് വരത്തില്ല, അതുകൊണ്ടാണ്. കൂടുതൽ സോക്കരുത്, ഞാൻ പിച്ചിക്കറിയാൻ കളയാൻ നിന്റെ പേപ്പർ പടാ സാറേ. ഒന്ന് ഒറ്റ ഞാൻ ഒരു വട്ടം എന്നോട് ഞാൻ പറഞ്ഞു സാറേ, റോൾ നമ്പറിൻ്റെ ചെറുക്കൻ കല്യാണം ഒന്നും കഴിച്ചില്ലയോ? ഈ ഇടയ്ക്ക് ഞാൻ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയതാ, നടന്നില്ല. മോനെ, ഈ പെങ്കൊച്ചിനെ കണ്ടോ? നിനക്ക് പറ്റിയതാ. ചേട്ടാ, എനിക്ക് കല്യാണം കഴിക്കുന്നുണ്ടൊരു പ്രശ്നമുണ്ട്. എന്തുവാ? കല്യാണം കഴിച്ചു കഴിയുമ്പോഴേ നമുക്ക് പിള്ളേരുണ്ടാകത്തില്ലയോ? ആ പിള്ളേർ നമ്മൾ സ്കൂളിൽ വിടണമല്ലോ. ആ പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാലോ പ്രിൻസിപ്പൾ നമ്മളെ വിളിക്കും. അപ്പോൾ രക്ഷാകർത്താവായിട്ട് ഞാൻ പോകേണ്ടി വരും. എനിക്ക് ആ പോകുന്ന ഭയങ്കര കുറച്ചിലാണ്. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലയോ? വർഷങ്ങൾ കഴിഞ്ഞാൽ അന്നേരം ഞാൻ പോകണമല്ലോ. എനിക്കത് ഭയങ്കര വിഷമമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് കല്യാണം എനിക്ക് വേണ്ട. നമുക്ക് നോക്കുന്നില്ല. ടെൻഷനാവും. വേണ്ട. ശരി. അയ്യോ, പറ്റാത്തണ്ടല്ലോ, നമ്മൾ നോക്കുന്നില്ല. ശരിയാണ്. പണ്ട് അവർ അച്ഛനുള്ളപ്പോഴേ അവരൊരു നല്ല ജോലി ഗൾഫിൽ സെറ്റായതായിരുന്നു. എന്നിട്ട് മോനിങ് വന്നേ, അച്ഛൻ ഒരു കാര്യം പറ. മോന് വേണ്ടി അച്ഛനെ ദുബായിൽ ഒരു നല്ല ജോലി ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച മോൻ പോകണം. നാട്ടിൽ നിന്നാൽ ശരിയാവത്തില്ല. എനിക്ക് ഈ ദുബായിലോട്ട് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ദുബായിൽ ഫ്ലൈറ്റ് അല്ലേ പോകുന്നത്? പോകുന്ന വഴിക്ക് ഫ്ലൈറ്റ് എല്ലാം പൊട്ടിച്ച് വെന്ത് മരിക്കേണ്ടി വരും. കടലിൽ വീണാലും കടലിനകത്ത് വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും. എനിക്ക് പേടിയാണ് അതിന് പോവാൻ. നാട്ടിൽ ചെയ്യുന്നതിനൊക്കെ മോൻ പോകണ്ട. അവൻ ഈ പ്രശ്നം മാറാൻ വേണ്ടി മരുന്നൊക്കെ ഓർഡർ ചെയ്തായിരുന്നു ഇന്ന് ഫേസ്ബുക്കിൽ. ഓവർ തിങ്കിങ്ങിന് ശാശ്വത പരിഹാരം വിളിക്കുക ഓവർ തിങ്ക്രോ ഡെർമി സിൻഡ്രം മെഡിസിൻ. എന്നിട്ട് അസുഖം മാറിയോ? അതിന് മരുന്ന് വന്നില്ലല്ലോ. അതെന്താ? അവനൊരു സംശയം. എന്ത്? ആ മരുന്നിന്റെ പാക്കിനകത്ത് മരുന്നിന് പകരം വല്ല കഞ്ചാവോ മയക്കുമരുന്നോ വരുമെന്നുള്ള പേടി. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? മൊത്തം കണ്ടില്ലടാ. സോറി ഏട്ടാ. ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ രാവിലെ അഞ്ചിനെ കൊല്ലേ. ഞാൻ എന്തായാലും എന്ത് അബദ്ധം കാണിച്ച് നോക്കി വണ്ടി എടുക്കണ്ടായി. അങ്ങനെ ഇടിച്ചായിരുന്നെങ്കിലോ അങ്ങേര് ചീത്ത വിളിച്ച ഒരു തെറ്റുമില്ല. മനുഷ്യനാ ഞാൻ. അല്ല, എന്നാലും അത്ര ഹാർഷായിട്ട് പുള്ളി പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു തോന്നല്ലേ? അങ്ങനെ പറയണ്ടായിരുന്നു. അത് നോർമലി പറഞ്ഞങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. ശരിക്കും
കണ്ണിന്റെ ഭാഗത്താ. ഞാന് വണ്ടി എടുത്തു, റിവേഴ്സ് ക്യാമിൽ നോക്കി ബാക്ക് എടുത്തു. അപ്പൊ പുള്ളിയെ കണ്ടില്ല. പക്ഷെ ചീത്ത വിളിക്കണമെങ്കിൽ ഞാൻ റോഡിൽ ഇറങ്ങണ്ടായോ? ഞാൻ റോഡിൽ ഇറങ്ങിയില്ലല്ലോ. ആ ഞാൻ ആ വരയുടെ അകത്ത് തന്നെ. അപ്പൊ അയാൾ ചുമ്മാ ചീത്ത വിളിച്ചതാ. കണ്ണാടി കൂടെ നോക്കിയപ്പോ അങ്ങനെ പല്ലോടത്തോട് നോക്കിയാ വണ്ടി ഓടിച്ചതും. ആന്ന് ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. ചോദിക്കണം, ചെന്ന് ചോദിക്കണം. വണ്ടി തിരിക്ക്, അഖിലേ വണ്ടി തിരിക്ക്. ഞാൻ എന്തിനാ വല്ലോരം പോയിരിക്കുന്നു കേൾക്കുന്നത്? അവിടെ ഇരിപ്പുണ്ടല്ലോ. ആ എന്താ? ഞാന് ഇതെന്താ വീട്ടിൽ വന്ന് കഥ കളിക്കുന്നു? വേണ്ട, ഇപ്പൊ ഞാനിതിൽ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചുവരെ സംസാരിക്കും. പിന്നെ അടിയാവും, വെട്ടാവും, കുത്താവും. എനിക്കിതൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മിണ്ടായിരിക്കും നല്ലത്. ഞാൻ പോവാ. ഇവനെന്താ വയ്യേ? വീട്ടിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കുന്നു, തുള്ളുന്നു, പോന്ന്. ഇവനെന്താ പൊട്ടനാണ്? അനാഥനായ ഞാൻ വീണ്ടും അനാഥനാവും. വേണ്ട. അവൻ അങ്ങനെ കൂട്ടുകാരെ പോലും അധികം വീട്ടിൽ കയറ്റത്തില്ല. അഖിലേ ആ ഒന്നുമില്ലടാ, ഇതുവഴി പോയപ്പോഴേ നിന്റെ വീടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ ഞാൻ നിന്റെ വീട്ടിലൊന്നും കേറിയിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. അതുകൊണ്ട് വന്നാ. അതാണോ? എങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നല്ല ചൂടാടാ, അകത്തിന് സംസാരിക്കാം വാ. അക്കത്ത് മൊത്തം പൊടിയാ. എനിക്കതിന് അലർജി ഒന്നും ഇല്ലടാ, വാ ഇരുന്ന് സംസാരിക്കാം വാ. വാ. ഇവരെന്തിനാ വീടിനകത്തോട്ട് ചാടി കയറുന്നത്? ഇതാണ് നിന്റെ റൂം, കൊള്ളാലടാ. ഇങ്ങനെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു? നോട്ട് മാത്രമേ പന്തിയായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ റൂമിൽ എന്തിനാ ഞാൻ സൂക്ഷിച്ച് നോക്കുന്നത്? ഇവനെന്തിനാ മച്ചിലോട്ട് നോക്കുന്നത്? രാത്രി മച്ച് പൊളിച്ചു എല്ലാം അകത്തോട്ട് കയറാൻ വേണ്ടിയാണോ? താക്കോൻ്റെ അളവെടുക്കാൻ വേണ്ടിയാണോ കഥവിലോട്ട് നോക്കുന്നത്? കമ്പി ഇളക്കാൻ വേണ്ടിയാണ് കമ്പിയിലോട്ട് നോക്കുന്നത്. കമ്പി ഇളക്കി അകത്തോട്ട് കയറാൻ വേണ്ടിയാണ് കമ്പിയിലോട്ട് നോക്കുന്നത്. ഇവിടെ നിർത്തണ്ട, പറഞ്ഞു വേണം. ആ നല്ലത്. എടാ പിന്നെ എടാ ഞാൻ വെളിയിലോട്ട് പോവാ. നീ അപ്പം ഇറങ്ങുമല്ലേ? ഞാൻ വിളിക്കാടാ, നീ പോയിട്ട് വാ. എടാ അതല്ല, എനിക്ക് വീട് കൂട്ടണം. നമുക്ക് വേറെ ദിവസം കാണാമല്ലോ. ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം. ബാ, എനിക്ക് അത്യാവശ്യം പെട്ടെന്ന്. നീ എങ്ങോട്ടാണ് നടക്കുക? ഞാൻ ഇപ്പോൾ വരുമോ? അങ്ങ് വരാം. നടന്നു. താക്കോലിട്ട് പൂട്ടുന്നേ അവൻ കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. രാത്രി അങ്ങനെ കക്കാൻ കയറുമോ? ഇവരെന്തിനാ അധികം ഇങ്ങനെ വീട്ടിലോട്ട് നോക്കുന്നേ? അതുകൊണ്ട് ഈ പയ്യൻ എന്താ വീട് വിൽക്കാൻ കാരണം? അത് എനിക്കും അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. ഈ കുഞ്ഞു വിള്ളൽ വലുതായി എൻ്റെ വീട് മറിഞ്ഞു വീണ് ഞാൻ ചാവുന്നതിന് മുമ്പ് എനിക്ക് ഈ വീട് മാറണം.